അഡ്വക്കേറ്റ് കെ സരൺകുമാർ, നോക്കൂ, ഇവിടെ നിങ്ങളുടെ സർക്കാരുകൾ ചെലവഴിച്ച കണക്കുകൾ ചോദിക്കുന്നു. അവിടെ ദുരന്തത്തിൽ ഭൂമികയിൽ പോയി എല്ലാവിധത്തിലുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിങ്ങളുടെ മന്ത്രിമാർ, അത് ഞങ്ങളൊക്കെ കണ്ടതാണ്. പിന്നെ നിങ്ങളുടെ സംഘടനകൾ ഒക്കെ, യുവത ഒക്കെ അവിടെ യോജിച്ചതും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ 3 വാർഡ് ഒലിച്ചു പോയതിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതിലെ അനൗചിത്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ BJPക്ക് ഉന്നയിക്കാനുള്ള വാദം. ഒപ്പം കോൺഗ്രസ് ഉയർത്തിയ കാര്യങ്ങൾ കൂടി. ജിംഷാദെ, ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഏകദേശം 125 ദിവസമായി. പ്രധാനമന്ത്രി നമ്മളെ വന്ന് സന്ദർശിച്ചു പോയിട്ട് 115 ദിവസമായി. അതുപോലെ തന്നെ കേന്ദ്രത്തിന് നമ്മൾ വളരെ വിശദമായി 35 പേജുള്ള നിവേദനം കൊടുത്തിട്ട് 108 ദിവസമായി. 90 ദിവസം കഴിഞ്ഞ് കൊടുക്കേണ്ട നിവേദനം, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, അത് കൊടുത്തിട്ടും ഏകദേശം 1 മാസത്തോളം ആകാൻ പോകുന്നു. നയാ പൈസ കേരളത്തിന് തന്നില്ലെന്നു മാത്രമല്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം കേരളത്തിന് കൊടുത്തിരുന്നു എന്നാണ്. MP-മാർ അതിൻ്റെ കോപ്പി ചോദിച്ച് തിരിച്ച് ചോദ്യം ചോദിച്ചപ്പോഴാണ് പച്ചയായ നുണയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറയുന്നത് എന്ന് ബോധ്യപ്പെട്ടു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു, വയനാട്ടിൽ പ്രത്യേകിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം പാറമടകളാണ്, അവിടെ കയ്യേറ്റക്കാരാണ്, ആ കയ്യേറ്റക്കാരുടെ ജീവിത രീതി കൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ പാറമടയുമില്ല, അവിടെ കയ്യേറ്റക്കാരല്ല, നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പരിസ്ഥിതി മന്ത്രിയും തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ശ്രവിച്ചത്, ശാസ്ത്രജ്ഞന്മാരെയെല്ലാം കണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള രീതി കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് എഴുതണം, പ്രചരിപ്പിക്കണം എന്ന രൂപത്തിൽ. അതിനുശേഷമാണല്ലോ 10-ാം ദിവസം പ്രധാനമന്ത്രി വന്നത്. കേന്ദ്ര സംഘവും വന്നു ഓഗസ്റ്റ് മാസം 9-ാം തീയതി. അവർ ആ ദുരന്ത മേഖല മുഴുവൻ നടന്ന് സഞ്ചരിച്ചു. അതുപോലെ പ്രധാനമന്ത്രിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്ര സംഘവും സംസ്ഥാന സംഘവും എല്ലാം പങ്കെടുത്തു. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, ഞങ്ങളെല്ലാം കൂടെയുണ്ട്, എല്ലാ തരത്തിലുള്ള സഹായവും ഞാനങ്ങ് ഡൽഹിയിലേക്ക് ചെന്നാൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ തരാനും പറഞ്ഞു. ഓഗസ്റ്റ് മാസം 17-ന് നമ്മൾ എല്ലാ തരത്തിലുള്ള അസസ്മെൻറ്റുകൾ തയ്യാറാക്കി 90 ദിവസം നടത്തേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തു. എന്നിട്ട് കേരളത്തിന് നയാ പൈസ തരാതെ, ഇതുവരെ ഒരു നീക്കവും നടത്താതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഫണ്ടിലുള്ള ദുരന്ത നിവാരണത്തിൻ്റെ സംസ്ഥാന ഫണ്ടിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെ കിട്ടുന്ന ധനകാര്യ കമ്മീഷന്റെയും ബഡ്ജറ്റ് ശുപാർശയുടെയും ഭാഗമായി കിട്ടുന്ന പണത്തിൽ നിന്നാണ് ഹെലികോപ്റ്ററും വ്യോമസേനയും വന്ന് പ്രവർത്തിച്ചതിൻ്റെ പണം വരെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിൻ്റെ കാലത്തും ഇത്തരത്തിൽ ഹെലികോപ്റ്റർ വന്ന ഗർഭിണികളായ സ്ത്രീകളെ വരെ എയർലിഫ്റ്റിംഗ് നടത്തിയതിന് 125 കോടി രൂപ കൊടുക്കേണ്ടി വന്നവരാണ് നമ്മൾ. അന്ന് നമുക്ക് തന്ന റേഷൻ, ആ റേഷന് 225 കോടി രൂപ കേന്ദ്രത്തിന് അടയ്ക്കേണ്ടി വന്നവരാണ് നമ്മൾ. ഇപ്പോഴിതാ ബെയിലി പാലത്തിൻ്റെ തുക കൂടി എന്നാണ് അടയ്ക്കേണ്ടി വരിക എന്ന ആശങ്കയിലാണ് നമ്മളെല്ലാവരും. എന്നിട്ട് BJPയുടെ പ്രതിനിധി വന്ന് ന്യായീകരിക്കുന്നത്, ഞങ്ങളൊന്നും ചെയ്തില്ല, സമ്മതിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ്. എന്നാൽ നിങ്ങൾ കേൾക്കുക, അവിടെ വീട് നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം കൃത്യമായി വിതരണം ചെയ്തു. ഓരോ കുടുംബത്തിലെയും ഒരംഗത്തിന് 300 രൂപ വീതം ഓരോ ദിവസവും ദിവസ വരുമാനമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിക്കേറ്റ മുഴുവൻ ആളുകളുടെയും ചികിത്സ സൗജന്യമായിട്ട് ഏറ്റെടുത്തു. അവിടെ മരണപ്പെട്ട മുഴുവൻ ആളുകളുടെയും കുടുംബത്തിന് ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം ഏറ്റെടുത്തോടൊപ്പം തന്നെ അവരുടെ തുടർ ചികിത്സ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ അവർ വാടകയ്ക്ക് താമസിക്കാൻ കൃത്യമായി 30-ാം ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അവരെ വാടകയ്ക്ക് വീടെടുത്തു മാറ്റി. ആ വാടക ഗവൺമെന്റ് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ CMDRF ഫണ്ടിൽ നിന്ന് വൈദ്യുതി തഹസിൽദാർക്ക് 7,15,00,000 രൂപ അനുവദിച്ചിരിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ SDRF-ൽ നിന്ന് വൈദ്യുതി തഹസിൽദാർക്ക് 13,99,00,000 രൂപ അനുവദിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേപ്പാടിയിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് തന്നെ 30 പ്രോപ്പർട്ടികൾ പരിശോധിച്ച് അതിൽ നിന്ന് 10 എണ്ണം കണ്ടെത്തി. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 2 പ്രോപ്പർട്ടി ഹാരിസണിന്റെ നെടുമ്പാറ എസ്റ്റേറ്റും എൽസ്റ്റോൺ എസ്റ്റേറ്റും ഏറ്റെടുത്ത് അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എസ്റ്റേറ്റുകാർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനെയും ഫലപ്രദമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ ദുരന്തമനുഭവിച്ച
അനുഭവിച്ച മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി അവരോട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു. അവരുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുതെന്നും ഈ സമീപത്ത് തന്നെ താമസിക്കാൻ സൗകര്യമൊരുക്കണമെന്നും എല്ലാവരെയും ഫ്ളാറ്റ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുന്നതോട് ഞങ്ങൾക്ക് ചെറിയ എതിർപ്പുണ്ടെന്നും വീടും സ്ഥലവും കിട്ടുന്ന തരത്തിൽ, കൃഷിസ്ഥലം അടക്കം കിട്ടുന്ന തരത്തിൽ, തങ്ങളുടെ കന്നുകാലികളെ അടക്കം സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഓരോ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഓരോ കുടുംബത്തെയും വ്യക്തികളെയും മനസ്സിൽ കണ്ടുകൊണ്ട് മൈക്രോ പ്ലാൻ കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഒരു സഹായവും കിട്ടാതെ തന്നെ അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും പുനരധിവസിപ്പിക്കാനും ഏറ്റവും മാതൃകാപരമായി ടൗൺഷിപ്പ് ഉണ്ടാക്കുവാനും അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുവാനും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ പാകത്തിന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ ഇടയ്ക്ക് വയനാട്ടിലൊന്ന് പോകണം, അവിടുത്തെ ജനങ്ങളെ കാണണം. എന്താണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മന്ത്രിമാരുടെ സംഘമടക്കം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തത് എന്താണ്? ഇപ്പോൾ തഹസിൽദാരുടെയും ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും കീഴിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം. എന്നിട്ട് നിങ്ങൾ കേന്ദ്രത്തോടൊന്ന് പറയണം, ആ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുത്ത 3444 കോടി, ആ ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി 11 പേർ മരിച്ചപ്പോൾ 40 കോടി രൂപ കൊടുത്തു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബീഹാറിന് 13,000 കോടി രൂപയുടെ പാക്കേജാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ നേരിടാൻ വേണ്ടി. മഹാരാഷ്ട്രയ്ക്കും കൊടുത്തു ആയിരക്കണക്കിന് കോടി. ഈ കേരളത്തെക്കാൾ ചെറിയ സംസ്ഥാനമായ സിക്കിമിനും നാഗാലാൻഡിനും ആയിരക്കണക്കിന് കോടി വീതം വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഈ കേരളത്തോട് മാത്രം ഈ അപമതിപ്പും അവഗണനയും കാണിക്കുന്നത്? അതാണ് വീണ്ടും വീണ്ടും ഇന്ന് കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രത്തിലും LDFന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തിയത്, തുടർ സമരങ്ങളുടെ ഭാഗമായി അണിനിരക്കുന്നത്. ഹൈക്കോടതി ചോദിച്ചില്ലേ, നയാ പൈസയെങ്കിലും കൊടുക്കൂ ഈ കേരളത്തിന്, എന്താണ് ഈ കേരളത്തിന്റെ നിവേദനങ്ങൾ പരിശോധിക്കാത്തത്, പരിഗണിക്കാത്തത് എന്ന് പറഞ്ഞു. അവിടെയും കൊണ്ടുപോയി കള്ള അഫിഡവിറ്റുകൾ കൊടുത്തു. ആ കൊടുക്കുമ്പോഴും കോടതിക്കും ബോധ്യമായി ഈ കേരളത്തെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തോട് സമാനതകളില്ലാത്ത അവഗണന കാണിക്കുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അണിനിരക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയും തയ്യാറാകണം. BJP കണ്ണു തുറക്കണം. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ഇത്രയും ദുരന്തമുഖത്തെ പട്ടിണി പാവങ്ങളുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് വിലപേശുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത്. 3 കൃത്യമായി വാർഡല്ലേ നശിച്ചു പോയുള്ളൂ, 3 വാർഡല്ലേ ഒലിച്ചു പോയുള്ളൂ, അത് ഒരു വലിയ ദുരന്തമാണോ എന്ന് ഈ രാജ്യത്തിന്റെ തന്നെ മഹാദുരന്തമായി മാറിയ മുൻ മന്ത്രി തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്, ശ്രീ V മുരളീധരൻ. അങ്ങനെ ഈ ദുരന്തമുഖത്ത് ഇപ്പോഴും വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഉറ്റവരകളെ എല്ലാം നഷ്ടപ്പെട്ട, വീടും സ്ഥലവും നഷ്ടപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വീണ്ടും വീണ്ടും അവഗണിക്കുകയും അതുപോലെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. 3 കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഒരു സിവിയർ നേച്ചറിൽ ഉള്ള ഒരു പ്രകൃതി ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം, അതിന് നിയമം അനുശാസിക്കുന്നുണ്ട്. 2, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ഇതിൽ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കടം എഴുതിത്തള്ളാം. അതിന് ഗവൺമെന്റ് ഒരു നിർദ്ദേശം ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് കൊടുത്താൽ മതി, അത് നിങ്ങൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണം. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾക്ക് പ്രകൃതി ദുരന്തം ഉണ്ടാക്കുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും വരൾച്ച ഉണ്ടാകുമ്പോഴും ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന നിയമപരമായിട്ടുള്ള തുക, ആ തുകയെടുത്ത് ചെലവഴിച്ചോളാൻ പറയുകയല്ല വേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരന്തമുഖങ്ങളിൽ അനുവദിക്കുന്നത് പോലെ ഒരു പാക്കേജ് ഈ കേരളത്തിന് അർഹതപ്പെട്ടതാണ്. അത് വാങ്ങിച്ചു തരാനുള്ള ഉത്തരവാദിത്വം ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിക്കുമുണ്ട്, അതുപോലെ തന്നെ BJP ഭരണകക്ഷിയാണ്, അതുപോലെ MP-മാർക്കുമുണ്ട്. ആ കടമ നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇന്ന് കേരളത്തിൽ നടന്നത്. അതിന്റെ ഭാഗമായി മുഴുവൻ ജനങ്ങളും ആ പ്രക്ഷോഭത്തിനും സമരത്തിനും പിന്തുണ കൊടുത്തുകൊണ്ട് ശ്രീ KS അരുൺകുമാർ, ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്ന നിലപാട് തന്നെയല്ലേ കോൺഗ്രസിനുള്ളത്? പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇന്നലെ കേന്ദ്രത്തെ സമീപിക്കാൻ MP എന്ന നിലയിൽ പോയതടക്കം, പിന്നെന്താണ് കോൺഗ്രസും BJPയും മനസ്സിലാക്കണമെന്ന് താങ്കൾ പൊതുവിൽ പറഞ്ഞത്? നമുക്കറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 125 ദിവസം കഴിഞ്ഞു. ഈ കോൺഗ്രസിലെ 18 MP-മാരും കോൺഗ്രസിന്റെ MP-മാരാണ്. മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ച് ഈ വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നും ശക്തമായിട്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് പോകാനും നിവേദനം കൊടുക്കുവാനുമെല്ലാം ശ്രീ K രാധാകൃഷ്ണന്റെയും MP-മാരുടെയും എല്ലാം നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ യോജിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ LDF-ഉമായിട്ട് തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത്. ഈ നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നത് പാസാക്കി. എന്നാൽ യോജിച്ച് സമരം നടത്തേണ്ട സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യത്തോടെ അല്ലാതെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭങ്ങളെന്നും ഈ സംസ്ഥാനത്തെ ദുരന്തം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയുന്നില്ല. നമുക്കറിയാം, ആ പ്രളയകാലത്ത് 4 ദിവസത്തെ ശമ്പളം കടമായിട്ട് തന്നെ ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ കടം തിരിച്ചു തരും, 1-2 മാസം കഴിയുമ്പോൾ തിരിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ ഉത്തരവ് കത്തിച്ചത്? ആരാണ് ആ ഉത്തരവ് വലിച്ചു കീറി എറിഞ്ഞത്? അതാരൊക്കെയാണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കാണാതെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തന്നെ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അണിനിരുന്നത് തന്നെ ഈ കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം. കേരളത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചപ്പോഴും അതുപോലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കുമ്പോഴും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സ്വീകരിച്ച ഒരു നയം, അത് കേരളത്തിലൊരു നയം, കേരളത്തിന് പുറത്ത് മറ്റൊരു നയം എന്ന രൂപത്തിലായിരുന്നു. എന്നാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ, രാജ്യത്ത് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ 3-ാം സ്ഥാനമാണ് ഈ ഉരുൾപൊട്ടൽ. കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. അതുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും അതുപോലെ BJPയും ഇതിന്റെ ഭാഗമായി അണിനിരക്കണമെന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് കേരളത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് BJP നേതാക്കൾ പോലും ഇതിന്റെ ഭാഗമായി മാറണം, അതിനുള്ള വിശാല മനസ്സ് കാണിക്കണം എന്നതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമന്ത്രി വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും ചർച്ചയുടെ ഭാഗമായി അണിനിരന്നു പറഞ്ഞു, വരും, കേരളത്തിന്റെ ഈ പ്രതീക്ഷ കൈവിടേണ്ടതില്ല, കേരളത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 108 ദിവസം കഴിഞ്ഞിട്ടും ഒരനക്കവും കാണാതെ വരുമ്പോൾ ശക്തമായിട്ടുള്ള സമരമല്ലാതെ നമുക്ക് മാർഗമില്ല. ഈ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവർക്കെതിരെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം ഈ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും